ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. 2025 ഡിസംബറോടെ ദേശീയപാത വികസനം പൂർത്തീകരിക്കുവാൻ സാധിക്കും. കോഴിക്കോട് നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാദാപുരം റോഡിൽ കിഴക്കും പടിഞ്ഞാറും രണ്ടായി മുറിക്കുന്ന റെയിൽപാളത്തെ മുറിച്ചു കടക്കാൻ അടിപ്പാത വേണമെന്ന പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. CK നാണു വടകര MLA ആയിരുന്ന കാലത്താണ് നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. MLA ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടും ഉപയോഗിച്ചാണ് അടിപ്പാതയും അനുബന്ധ പ്രവർത്തികളും പൂർത്തീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടപ്പിലാക്കുന്നുണ്ട്. അതിൽ 8 എണ്ണം ഇതുവരെ പൂർത്തീകരിച്ചതായും ഒരു സർക്കാരിന്റെ കാലത്ത് ഇത്രയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ചരിത്രമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നുള്ള സ്വപ്ന പദ്ധതി ഒരു ഭാഗത്ത് സർക്കാർ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും നടത്തുന്നു. ഇപ്പോൾ 8 എണ്ണത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു, 7 എണ്ണം ഈ വർഷം പൂർത്തീകരിച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പോലെ തന്നെ പരമപ്രധാനമാണ് അടിപ്പാതകൾ. പല ഇടങ്ങളിലും അടിപ്പാത നിർമ്മാണം സങ്കീർണതകൾ നിറഞ്ഞതാണ്. അത് ലളിതമാക്കി സാധ്യമാക്കാനാണ് സർക്കാർ മുൻകൈയെടുക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KK രമ MLA അധ്യക്ഷത വഹിച്ചു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ, ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത്, ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ, റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.